അതെവിടെയാണ്? വിജനപ്രദേശത്ത് വാഹനം നഷ്ടപ്പെട്ടാലോ വഴിതെറ്റിയാലോ നിങ്ങൾക്ക് വിളിക്കാം. കാരണം അവിടെ അത് പിടിച്ചു വെക്കാൻ സഹായിക്കാൻ അള്ളാഹ് പ്രത്യേകം ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് റസൂൽ പറഞ്ഞാൽ നമുക്ക് വിളിക്കാം. ഇമാം അഹ്മദ് ഹദീസിനെ കുറിച്ച് പഠിച്ചു, അദ്ദേഹത്തിന് ബോധ്യമായി ഹദീസ് സ്വഹീഹാണ്, അഥവാ റസൂൽ പറഞ്ഞതാണ്. പിന്നെ ഇന്ത്യ റസൂൽ അങ്ങനെ പറഞ്ഞു എന്ന് ആലോചിക്കേണ്ട ആവശ്യം വിശ്വസിക്കില്ല. അപ്പൊ ഇമാം അഹ്മദ് ഒരു ഹദീസ് പ്രകാരം ചെയ്തു. ജിന്നേനെ വിളിച്ചില്ല, മലക്കേനെ വിളിച്ചില്ല, പിന്നെ യാ ഇബാദല്ലാഹ് ദുല്ലൂനി അല ത്വരീഖ് ഹദീസിൽ പഠിപ്പിച്ച പ്രകാരം അമൽ ചെയ്തു. അവിടെ അത്രയേ ഉള്ളൂ. ആ ഇബാദ ആര്? മനുഷ്യനല്ല, പിന്നെ ആര്? മലക്കോ ജിന്നോ ആയിരിക്കാം, ആരോ ആവട്ടെ. അതുകൊണ്ട് ഇമാം അഹ്മദിന് മനസ്സിലായത് കൊണ്ടാ ചെയ്തത്. പക്ഷെ ഇമാം അഹ്മദിന്റെ ആ ഗവേഷണത്തിൽ ഹദീസ് സ്വഹീഹാണ് എന്ന കണ്ടെത്തൽ ശരി അല്ലായിരുന്നു എന്ന് ശേഷം പണ്ഡിതന്മാർ വിശദീകരിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായി ഇമാം അഹ്മദിന്റെ ആ വീക്ഷണം ശരിയല്ല. നമ്മളത് മാറ്റി സ്വഹീഹല്ല മനസ്സിലായി. നമുക്ക് വിളിക്കാൻ ഇളവ് കിട്ടുന്നത് ഈ ഹദീസിൽ നിന്നാണ്. ഈ ഹദീസ് ആവട്ടെ സ്വഹീഹല്ല, അതുകൊണ്ട് നമുക്കിന്ന് വിളിക്കാൻ വകുപ്പില്ല, എവിടെയും വിളിക്കാൻ വകുപ്പില്ല. അത് പുഴക്കരയും പാടില്ല, എവിടെയും പാടില്ല. ഇമാം അഹ്മദ് ശിർക്ക് മനസ്സിലായ ആളാ, തൗഹീദ് മനസ്സിലാക്കിയ ആളാ. ഇമാം അഹ്ലുസുന്നയുടെ ഇമാമാണ് ഇമാം അഹ്മദ്. അദ്ദേഹം വിളിച്ചത് യാ ഇബാദല്ലാഹ് ദുല്ലൂനി അല ത്വരീഖ്, അടിമകളെ വഴി കാണിച്ചു തരണേ. നമുക്കും പറയാം, ഒരു കുഴപ്പമില്ലല്ലോ, റോഡ് മാറി, അപ്പൊ പിന്നെ ഈ ഗൂഗിൾ മാപ്പുള്ളതുകൊണ്ട് ആവശ്യമില്ല. അല്ലെങ്കിൽ പറയാം, അവർ കടയിൽ പോയി ചോദിക്കാം, വഴി കാണിച്ചു തരോ, വഴി പറഞ്ഞു തരോ. ഇമാം അഹ്മദ് ആരും കാണുന്നില്ല. യാ ഇബാദല്ലാഹ് ദുല്ലൂനി അല ത്വരീഖ്, അല്ലാഹുവിന്റെ അടിമകളെ വഴി അറിയിച്ചു തരണേ എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ വഴിയിലേക്ക് എത്തി, അത്രേ ഉള്ളൂ. ആ ഇബാദ ആര്? മനുഷ്യനല്ല. അവർ കടയിൽ പോയി ചോദിക്കാം, വഴി കാണിച്ചു തരോ, വഴി പറഞ്ഞു തരോ. ഇത് ഹാലിനോടുള്ള വിളിയാണ്. ഒന്നുകിൽ മുസ്ലിം ജിന്നുകൾ അല്ലെങ്കിൽ മലക്കളായിരിക്കാം ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് ഇബ്നു ബാസ് റഹിമഹുള്ളയും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പറയാം, അവർ കടയിൽ പോയി ചോദിക്കാം, വഴി കാണിച്ചു തരോ, വഴി പറഞ്ഞു തരോ. അതുകൊണ്ട് നമുക്കിന്ന് വിളിക്കാൻ വകുപ്പില്ല, എവിടെയും വിളിക്കാൻ വകുപ്പില്ല. അത് പുഴക്കരയും പാടില്ല, എവിടെയും പാടില്ല. നമുക്കും പറയാം, ഒരു കുഴപ്പമില്ലല്ലോ. ആ ഇബ്നു അബ്ബാസ് ഇത് ചെയ്യാൻ പറഞ്ഞു. ഒന്ന്, നമുക്ക് ചെയ്തുകൂടെ? പറ്റൂല. നമുക്കും പറയാം, ഒരു കുഴപ്പമില്ലല്ലോ. നബിയിൽ നിന്ന് കിട്ടാത്ത കാലത്തോളം നമുക്കത് തെളിവുമല്ല. നബിയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ ദുർബലമാണ്, ദഈഫാണ്. ദഈഫ് ഹദീസ് കൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല, അത് നിഷിദ്ധമാണ് എന്നത് അടിസ്ഥാന തത്വമാണ്. ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മെ സംബന്ധിച്ച് അത് ഹറാമായി തീരുന്നത്. അദ്ദേഹം വിളിച്ചത് യാ ഇബാദല്ലാഹ് ദുല്ലൂനി അല ത്വരീഖ്, അടിമകളെ വഴി കാണിച്ചു തരണേ. നമുക്കും പറയാം, ഒരു കുഴപ്പമില്ലല്ലോ. നമുക്കും പറയാം, ഒരു കുഴപ്പമില്ലല്ലോ. നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കാൻ വേണ്ടി മാത്രം പറയാറൊന്നുമല്ല. ഈ വിഷയത്തിൽ അങ്ങനത്തെ ഒരു അപകടം എവിടെയും സംഭവിച്ചിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് എവിടെ ചെന്നുപെട്ടാലും യാ ഇബാദല്ലാഹ് വിളിക്കാൻ ഒരു വകുപ്പില്ല. ഹദീസ് സ്വഹീഹല്ലാത്ത കാലത്തോളം യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയാൻ ഒരു പോയിന്റ് പോലും നമുക്കില്ല ഈ ലോകത്ത്. നമുക്ക് ചെന്നപ്പെട്ട വിളിക്കാൻ യാ അല്ലാഹ് എന്നേ ഉള്ളൂ. അദ്ദേഹം വിളിച്ചത് യാ ഇബാദല്ലാഹ് ദുല്ലൂനി അല ത്വരീഖ്, അടിമകളെ വഴി കാണിച്ചു തരണേ. നമുക്കും പറയാം, ഒരു കുഴപ്പമില്ലല്ലോ.